യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയത് രൂക്ഷ വിമർശനം. നടിയുടെ പരാതി ഗൌരവമുള്ളതാണെന്നും സിദ്ദീഖ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് DS ഡയസ് അധ്യക്ഷനായ ബെഞ്ചാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റ് പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണെന്നും സിദ്ദീഖിന്റെ ഭാഗത്തുണ്ടായ പരാമർശങ്ങൾ കടുത്ത ഭാഷയിൽ കോടതി വിമർശിച്ചു. ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന കാരണത്താൽ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്ന് കോടതി പറഞ്ഞു. പരാതിക്കാരുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത്. പരാതി നൽകിയ നടിയെ നിരന്തരം ആക്രമിക്കുന്ന സമീപനമാണ് സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത് പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഹർജിക്കാരൻ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണെന്ന കാരണത്താൽ ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കുമെന്നും സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. സിദ്ദീഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. സർക്കാരിനെതിരെയും ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചു. 2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും 5 വർഷം സർക്കാർ മൌനം പാലിച്ചെന്നും പൂഴ്ത്തിവെച്ചുവെന്നും കോടതി ഇടപെട്ടതോടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നതെന്നും കോടതി പറഞ്ഞു. ഇതോടെ സിദ്ദീഖിന്റെ അടപ്പ് ഇളകിയിരിക്കുകയാണ്. സിദ്ദീഖ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി സിദ്ദീഖ് അറസ്റ്റിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ അതികായനാണ് സിദ്ദീഖ്. സിദ്ദീഖിന് എറണാകുളത്ത് സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയുണ്ട്. എറണാകുളത്തെ മാഫിയ സംഘങ്ങളുമായി ഗുണ്ടാ സംഘങ്ങളുമായി സിദ്ദീഖിനുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ്. പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ കൊച്ചി കേന്ദ്രമാക്കി സിദ്ദീഖ് നടത്തുന്നുണ്ട്. നടനെന്ന ലേബലിലാണ് ഇതെല്ലാം നടത്തുന്നത്. മാത്രമല്ല കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുമായി സിദ്ദീഖ് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. തന്നെക്കുറിച്ച് നെഗറ്റീവായി എഴുതുന്നവരെ നശിപ്പിക്കാൻ സിദ്ദീഖ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. മുമ്പ് സിനിമാ മംഗളം എഡിറ്റർ പല്ലിശ്ശേരിയെ സിദ്ദീഖ് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഷേക്കൻഡ് കൊടുക്കാനെന്ന വ്യാജേന പല്ലിശ്ശേരിയുടെ കൈപിടിച്ച് ഞെരിക്കുകയായിരുന്നു. സിദ്ദീഖിന്റെ കൈയിൽ കടിച്ചാണ് പല്ലിശ്ശേരി സിദ്ദീഖിന്റെ ബലിഷ്ഠമായ കൈയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ മരണം തന്നെ ദുരൂഹമായിരുന്നു. എന്നാൽ സിദ്ദീഖ് പറഞ്ഞു പരത്തിയത് അവർക്ക് മാനസിക രോഗമുണ്ട് എന്നായിരുന്നു. പിന്നീട് സിദ്ദീഖ് വീണ്ടും വിവാഹം കഴിക്കുകയും സിനിമാ രംഗത്തേക്ക് ശക്തമായി തിരിച്ചു വരികയും ചെയ്തു. ആദ്യ ഭാര്യയുടെ മരണശേഷം സിദ്ദീഖിനെ കുറെ കാലം സിനിമയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. പ്രേക്ഷകർ സിദ്ദീഖിനെ വെറുത്തിരുന്നു. പിന്നീട് സത്യമേവ ജയതേ എന്ന ചിത്രത്തിലൂടെയാണ്, വിജി തമ്പി ചിത്രത്തിലൂടെയാണ് സിദ്ദീഖ് വില്ലൻ വേഷത്തിന്റെ പരകായ പ്രവേശം ചെയ്തുകൊണ്ട് തിരിച്ചു വന്നത്. അതിലെ ബാലുബായ് എന്ന കഥാപാത്രം സിദ്ദീഖിന് വഴിത്തിരിവായി മാറി. സിദ്ദീഖുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഗോസിപ്പുകൾ നിരന്തരം ഉണ്ടാകാറുണ്ട്. ഗോസിപ്പുകൾ പറയുന്നവരെ ആക്രമിക്കുക, അവരെ കേസ് കൊടുത്ത് ഒതുക്കുക, ഇതൊക്കെയാണ് സിദ്ദീഖിന്റെ രീതി. ഏറ്റവും ഒടുവിൽ ചെകുത്താൻ മോഹൻലാലിനെ വിമർശിച്ചെന്ന പേരിൽ ചെകുത്താനെതിരെ സിദ്ദീഖ് കേസ് കൊടുത്തതും ചെകുത്താനെ തളയ്ക്കുമെന്ന് വെല്ലുവിളിച്ചതും ഒക്കെ വിവാദമായിരുന്നു. ഒരു പാവപ്പെട്ട പയ്യൻ, ആ പയ്യൻ എന്തോ പറഞ്ഞു, അതിന് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കണോ എന്ന ചോദ്യം കേരള സമൂഹം അന്നേ ഉയർത്തിയിരുന്നു. കഥയില്ലാത്തൊരു പയ്യന്റെ വീഡിയോയ്ക്ക് അയാൾ പറഞ്ഞ വാക്കുകളിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് സിദ്ദീഖ് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ് ലൈംഗിക വിവാദത്തിൽ പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് ഒഴിഞ്ഞു. മാത്രമല്ല സിദ്ദീഖിനെ ഇപ്പോൾ ഏകദേശം എല്ലാവരും കൈവിട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം സിദ്ദീഖിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. പണവും പെണ്ണും സിദ്ദീഖിന് ദൌർബല്യമാണ്. എന്തായാലും സിദ്ദീഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.